PCOS ഉള്ള സ്ത്രീകളിൽ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കാനായിട്ട് ഒരാഗ്രഹം വരും. ഒരു കുക്കിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളത് കഴിക്കാനുള്ള നിയന്ത്രിക്കാൻ പറ്റാത്തൊരാഗ്രഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഷുഗർ ക്രേവിങ്സ് വരുന്നത്? അത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ ഷുഗർ ക്രേവിങ്ങിന് പ്രധാന കാരണം PCOS ഉള്ളവരിൽ കാണുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഷുഗർ കുറയുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു കൊതി പെട്ടെന്ന് വരുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ കഴിക്കുന്ന മീൽസ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു 4 മണി 5 മണി ആവുമ്പോഴേക്കും ഒരു ഷുഗർ ക്രാഷ് വരും. ഈ സമയത്ത് കൂടുതലായിട്ട് ക്രേവിങ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതിന് കാരണം നിങ്ങളുടെ മീൽസിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇല്ലാത്തതാണ്, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിൽ. ക്രേവിങ്സിന് മറ്റൊരു കാരണം ഉറക്കക്കുറവാണ്. നിങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഉറക്കക്കുറവ് കാരണം നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോൺസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതും ഇത്തരത്തിലുള്ള ക്രേവിങ്സിന് ഒരു കാരണമാണ്. ഇനി ഇത് മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും എല്ലാം സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ബോയിൽഡ് എഗ്സ്, ബോയിൽഡ് ചിക്കൻ, പനീർ, യോഗേർട്ട് എന്നിവ. അപ്പോൾ ഈ ക്രേവിങ്സ് ഉണ്ടാവാനുള്ള സാധ്യത നല്ല പോലെ കുറയും. രണ്ടാമത്തെ കാര്യം, ഈ ക്രേവിങ് വരുമ്പോൾ നേരിട്ട് ചോക്ലേറ്റോ ബിസ്ക്കറ്റ്സോ ഡെസേർട്ടോ കഴിക്കുന്നതിന് പകരം കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിച്ചു നോക്കാം. അതായത് ഒരു എഗ് ഓംലെറ്റ് അല്ലെങ്കിൽ ഒരു ചന ചാട്ട്, കുറച്ച് യോഗേർട്ടിൽ ഫ്രൂട്ട്സ് ഇട്ടത് അല്ലെങ്കിൽ ഫ്രൂട്ട് നട്ട് കോംബോ, ഇതെല്ലാം നല്ല ഒരു സ്നാക്സ് ആണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ക്രേവിങ് വരുന്ന സമയം എപ്പോഴാണെന്നൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. മിക്കവാറും ആളുകൾക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഒരു നേരം, അതായത് ഒരു 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിരിക്കും. മറ്റു ചിലരിൽ ഡിന്നറിന് ശേഷമായിരിക്കും. അപ്പൊ ഈ പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിച്ച് അതിനു മുമ്പുള്ള മീൽസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോട്ടീൻ ആൻഡ് ഫൈബേഴ്സ് ഉറപ്പുവരുത്തിയാൽ ഈ ക്രേവിങ്സ് ഉണ്ടാവുന്നത് കുറയും. ഷുഗർ ക്രേവിങ്സ് എപ്പോഴും നിങ്ങളുടെ ശരീരം ഒരു മെറ്റബോളിക് ഇംബാലൻസിലാണ് എന്നതിന്റെ സിഗ്നൽസ് ആണ്. എൻ്റെ പല പേഷ്യൻസിലും ഇത്തരത്തിലുള്ള ക്രേവിങ്സ് മാനേജ് ചെയ്യാൻ സാധിച്ചത് അവരുടെ മീൽസിൽ സഫീഷ്യന്റ് ആയി പ്രോട്ടീൻ ആഡ് ചെയ്തപ്പോഴാണ്. അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പ് ക്വാളിറ്റിയും മെച്ചപ്പെടുത്താൻ സാധിച്ചപ്പോൾ ക്രേവിങ്സ് കുറയുന്നതായിട്ടും എനർജി ലെവൽസ് കൂടുന്നതായിട്ടും വെയിറ്റ് മാനേജ് ആവുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് PCOS ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഷുഗർ ക്രേവിംഗ് വരാറുണ്ടോ? അത് ഏത് നേരത്താണ്? അത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നിവയെ കുറിച്ച് കൂടുതൽ അറിയാൻ അക്കൗണ്ട് ഫോളോ ചെയ്യുക.